നമസ്കാരം. കുവൈറ്റിൽ വൻ മയക്കുമരുന്ന് വേട്ട. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ വിവിധ രാജ്യക്കാരായ 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് 3 കിലോഗ്രാമിലധികം രാസവസ്തുക്കൾ, 15 കിലോഗ്രാം കഞ്ചാവ് ഉൾപ്പെടെ വൻതോതിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. ഇതിനു പുറമെ 2024-2025 വർഷങ്ങളിലായി പിടിച്ചെടുത്ത 10,598 കുപ്പി മദ്യവും അധികൃതർ നശിപ്പിച്ചു. അറസ്റ്റ് ചെയ്തവരിൽ 3 ബംഗ്ലാദേശികൾ, 3 ഇന്ത്യക്കാർ, 2 ഈജിപ്ത് സ്വദേശികൾ, 2 സിറിയക്കാർ, 1 നേപ്പാൾ സ്വദേശി എന്നിവർ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ 2000 ക്യാപ്റ്റഗൺ ഗുളികകൾ, 680 ലിറിക്ക ഗുളികകൾ, ഇലക്ട്രോണിക് ത്രാസുകൾ, ലഹരിമരുന്ന് പാക്ക് ചെയ്യാനും വിതരണം ചെയ്യാനും ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്നിവയും സുരക്ഷാ സേന കണ്ടെടുത്തു. പിടികൂടിയവർക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും എല്ലാവരെയും ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറിയതായും മന്ത്രാലയം വ്യക്തമാക്കി. അനധികൃത വസ്തുക്കൾ ഇല്ലാതാക്കുന്നതിനും ലഹരിവിരുദ്ധ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നടപടി സ്വീകരിച്ചത്. കുവൈത്ത് മുനിസിപ്പാലിറ്റി, എമർജൻസി പോലീസ്, ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് എന്നിവയുമായി ഏകോപിപ്പിച്ച് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് മദ്യം നശിപ്പിച്ചത്. മയക്കുമരുന്ന് മാഫിയകൾ, നിയമവിരുദ്ധ വാണിജ്യ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി ലംഘനങ്ങൾ എന്നിവ പരിശോധിക്കുന്നതിന് എല്ലാ മേഖലകളിലും സുരക്ഷാ പരിശോധനകൾ ശക്തമായി തുടരുമെന്നും ആഭ്യന്തര മന്ത്രാലയം വീണ്ടും വ്യക്തമാക്കി. പൊതുസുരക്ഷയും ആരോഗ്യവും ദേശീയ വിഭവങ്ങളും സംരക്ഷിക്കുന്നതിനായി നിയമം കർശനമായി നടപ്പിലാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി.